നമസ്കാരം. ഇന്നത്തെ പത്രത്തിലൂടെ 13/2/2025 വീണ്ടും കാട്ടാന ആക്രമണം. 3 ദിവസത്തിനിടെ 4ാമത്തെ മരണം. ചോരക്കൊമ്പിൽ എന്നാണ് ഹെഡ്ലൈൻ. വയനാട്ടിൽ ഗോത്ര യുവാവ് കൊല്ലപ്പെട്ടത് തേയിലത്തോട്ടത്തിൽ. ജീവനെടുത്തത് ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ ആന. തേയിലത്തോട്ടത്തിലെ വഴിയിൽ പൊരിവെയിലത്ത് ആരുടെയോ മുണ്ടുകൊണ്ട് മൂടിയിട്ട നിലയിൽ അട്ടമല ഏറാട്ടുകൊണ്ട് പണിയ ഊരിലെ ബാലകൃഷ്ണൻ 27 വയസ്സ് കിടക്കുകയാണ്. ആ ഗോത്ര യുവാവിൻ്റെ തല ചവിട്ടിയരച്ച് കാട്ടാന കടന്നുപോയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ന്യൂസ് വാർത്ത. അപ്പോൾ അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേദനയിൽ നേറി എന്നുള്ള ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. മദ്യപാനം പാടില്ല, കാട്ടാന കൊല്ലും. ബാലകൃഷ്ണനെ പ്രതിയാക്കുന്ന തരത്തിൽ പത്രക്കുറിപ്പുമായി വനം വകുപ്പ്. മദ്യലഹരിയിലായിരുന്ന ബാലകൃഷ്ണൻ അട്ടമല പാടിയിൽ താമസിക്കുന്ന ബന്ധുക്കളെ കാണാൻ പുലർച്ചെ 3 മണിയോടെ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചതെന്ന് വനം വകുപ്പ് പറയുന്നു. മദ്യത്തിന്റെ മണം കാട്ടാന വേഗം അറിയുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ഉൾക്കാട്ടിലേക്ക് പോകുന്നവരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതിനു പിന്നാലെയാണ് ജനവാസ മേഖലയിൽ കൊല്ലപ്പെട്ട ഗോത്രയുവാവിനെതിരെ വനം വകുപ്പിന്റെ നിലപാട്. നേരത്തെ പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കടുവ ആക്രമിച്ചതും കാട്ടിനുള്ളിൽ വച്ചാണെന്ന നിലപാടിലായിരുന്നു വനം വകുപ്പ്. അപ്പോൾ വനം വകുപ്പിന്റെ നിലപാടുകളും കാര്യങ്ങളുമാണ് ആദ്യത്തെ പേജിൽ വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് രഞ്ജി ട്രോഫി കേരളം സെമിയിൽ. പാതവില തട്ടിപ്പ് കേസുകൾ 600. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് താഴത്തെ ന്യൂസ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ് പ്രതികൾ പെരുമാറിയത് ഗുണ്ടാ നേതാക്കളെ പോലെ. പാർട്ടികൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. വോട്ടിന് സൗജന്യം മടി പിടിപ്പിക്കണോ? സൗജന്യ റേഷനും പണവും ലഭിക്കുന്നതിനാൽ ജോലിക്ക് ആളില്ല. രാജ്യവികസനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നു. വോട്ട് നേടാൻ രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. സൗജന്യ റേഷനും പണവും ലഭിക്കുന്നതിനാൽ ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. രാജ്യവികസനത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി പരാധജീവികളുടെ വർഗത്തെ സൃഷ്ടിക്കുകയല്ലേ എന്ന് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. അപ്പോൾ അത് ആ ന്യൂസാണ് റൈറ്റ് സൈഡിൽ താഴെയിട്ട്. NCPയിൽ നിന്ന് PC ചാക്കോ രാജിവെച്ച വാർത്തയാണ് താഴെ ഫസ്റ്റ് പേജിൽ. NCPയിൽ വൻ ഭിന്നത. സംസ്ഥാന പ്രസിഡന്റാകാൻ തോമസ് K. തോമസ്. വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനം, 4 പേർ അറസ്റ്റിൽ. മംഗലപുരം. പെൺകുട്ടികളെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച വാർത്തയാണ് ഏറ്റവും താഴെയായിട്ട് ഉള്ളത്. പ്രാദേശിക പേജിൽ 2.6 കിലോമീറ്റർ റോഡ് വികസിപ്പിക്കാൻ 25 വർഷം. വഴുതക്കാട് ജഗതി പൂജപ്പുര റോഡ് വികസനം പാതി വഴിയിൽ ഒരു 25 വർഷമായിട്ട് വികസിപ്പിക്കുന്ന റോഡിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിയമസഭ മാർച്ച് നടത്തി. വജ്രജൂബിലി തിളക്കത്തിൽ നേമ വിക്ടറി സ്കൂൾ. CPM പ്രവർത്തകർ പൈപ്പ് പൊളിച്ചെന്ന് പരാതി. പിന്നെ ചെറിയ ചെറിയ ഉത്സവത്തിൻ്റെ വാർത്തകളും ഒക്കെയാണ്. വിദ്യാലയത്തിലെ വാർഷിക ആഘോഷത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെയാണ്. കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിൽ നിന്ന് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അഭിമുഖത്തിലാണ് കടലിൽ പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് 3ാമത്തെ പേജിൽ. മനം കവരം വീടൊരുക്കുക. മനോരമ പാർപ്പിട പ്രദർശനം നാളെ മുതൽ. ശബരിമല വികസന അതോറിറ്റി രൂപീകരണം പരിഗണനയിൽ മന്ത്രി വാസവൻ. പോലീസിന് ഗൂഗിൾ പേ വഴി കൈക്കൂലി, ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നതാണ്. കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിനാണെന്ന് നിയമസഭയിൽ പരിഹസിച്ച പ്രതിപക്ഷം. അപ്പം എല്ലാം ഇപ്പോൾ ഗൂഗിൾ പേ ആണ്. ഇപ്പോൾ കൈക്കൂലിയും ഗൂഗിൾ പേ ആയി തുടങ്ങി, പ്രത്യേകിച്ച് പോലീസിനും. കുറയാതെ ജോലിഭാരം, ശമ്പളം കിട്ടാനും അത്യാധ്വാനം. ഇന്നലെ നമ്മൾ പോയപ്പോൾ തന്നെ കണ്ടതാണ് സെക്രട്ടറിയുടെ മുന്നിൽ.
അവർ രാപ്പകൽ സമരം നടത്തുന്നു, ചരുവവും പിടിച്ചുകൊണ്ട് അവർ റോഡിൽ കൂടെ തന്നെ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ ഡയറക്റ്റ് കണ്ടതാണ്. അപ്പോൾ ആ വാർത്തയാണ് മൂന്നാമത്തെ പേജിൽ. കുറയാതെ ജോലിഭാരം ആശയേറ്റവർ, ആശാ വർക്കർമാർ, ഇന്നലത്തെ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ അവഗണനയുടെ നടുവിൽ ഇന്നലത്തെ അവരുടെ പ്രകടനവും കാര്യങ്ങളുമാണ് അതിനകത്ത്. സമയം വളരെ കുറവ്, ഒരുപാട് ജോലികൾ അവർക്ക്, പക്ഷേ കറക്റ്റായിട്ടുള്ള വേതനം കൊടുക്കുന്നില്ല. സീപ്ലെയിൻ പദ്ധതി സഭയിൽ ഏറ്റുമുട്ടി മന്ത്രി റിയാസും രമേശും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് CPM എതിർത്തെന്ന് രമേശും. അന്ന് ഗൃഹപാഠമില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ചെന്നും മന്ത്രി. അപ്പോൾ ഇത് തമ്മിലുള്ള അവരുടേതാണ്. ട്രേഡ് യൂണിയനുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. അനർഹമായി ക്ഷേമനിധി ബോർഡ് അംഗത്വം, ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക വെളിപ്പെടുത്തി മന്ത്രി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട വാർത്തയാണ് മൂന്നാമത്തെ. നമുക്ക് നാലാമത്തെ പേജിൽ പ്രാദേശിക പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സമരപ്പന്തൽ പൊളിച്ചതിന് പിന്നാലെ കേരള VC വീണ്ടും ഓഫീസിൽ. അതാണ് മുകളിലത്തെ ഇതിൽ. ജോലിക്കിടെ ഷോക്കേറ്റ തൊഴിലാളി ഗുരുതരാവസ്ഥയിൽ, തിരിഞ്ഞു നോക്കാതെ വൈദ്യുതി ബോർഡ്. ഓർമ്മകൾ പങ്കിട്ട് CM തൈക്കാട് മോഡൽ സ്കൂൾ. പാതി വില തട്ടിപ്പ് 10 കേസ് ഇന്ന് ക്രൈംബ്രാഞ്ചിന്. അപ്പോൾ അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പ് കേസിൻ്റെ ആ ഒരു വാർത്തയാണ്. പോലീസുകാരനെതിരെ പീഡന പരാതിയുമായി കുട്ടിയുടെ അമ്മ. കിണറ്റിലെറിഞ്ഞ് കുഞ്ഞിൻ്റെ കൊലപാതകം. കോട്ടുകാൽ കോണത്ത് മാതൃസഹോദരൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 2 വയസ്സുകാരുടെ അമ്മയുടെ പരാതിയിൽ പോലീസിനെതിരെ കേസ്. ഇയാളുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്നും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനാകില്ലെന്ന് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പോലീസുകാരൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് അടുപ്പമുണ്ടായിരുന്നെന്ന് ആരോപിച്ച യുവതി പോലീസുകാരനെതിരെ മൊഴി നൽകുന്നത്. അപ്പോൾ പോലീസുകാരനെതിരെയാണ്. ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ബാലരാമപുരത്തെ കുഞ്ഞിനെ കൊന്ന കേസിലെ മാതൃസഹോദരൻ്റെ അമ്മ, കുഞ്ഞിൻ്റെ അമ്മ. പിന്നെ പോലീസ് അനങ്ങിയത് 2ാം പരാതിയിൽ എന്നുള്ളതാണ് അടുത്ത ഒരു പോലീസ് അനങ്ങിയത് 2ാം. വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവമാണ്. പെൺകുട്ടികളെ നേരത്തെ ഞാൻ വായിച്ചത് പെൺകുട്ടികളുടെ ശല്യം ചെയ്ത് ആ ഒരു പരാതിയെക്കുറിച്ചാണ്. പ്രണയക്കടൽ താണ്ടി ക്ഷേത്ര സന്നിധിയിൽ വിവാഹം. കേരളീയ ആചാരപ്രകാരം അമേരിക്കക്കാരൻ വോളിനിയും ഡെൻമാർക്ക് സ്വദേശി കാമിലയും പുതുജീവിതത്തിലേക്കും. അതാണ് ഈ ഒരു ന്യൂസ്. LP യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെൻറ്റുകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർത്തമാനം പേജിൽ. ന്യായീകരിച്ചു മുഖ്യമന്ത്രി. കിഫ്ബി റോഡുകളുടെ ടോൾ പിരിവിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്ന കാര്യമാണ് വർത്തമാനം പേജിൽ. വായ്പ തിരിച്ചടയ്ക്കാൻ വഴി തെളിയുമെന്ന് വിശദീകരണം. ഇത്രയും കടബാധ്യത ചരിത്രത്തിലാദ്യം. കിഫ്ബിയുടെ കടബാധ്യതയെക്കുറിച്ചാണ് VD സതീശൻ നിയമസഭയിൽ ഇന്നലെ ഉന്നയിച്ചത്. വാക്ക് പാലിച്ച് DMK കമൽ രാജ്യസഭയിലേക്ക് കമൽഹാസൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ്. ഷെറിൻ്റെ മോചനം സർക്കാരിനോട് വിശദീകരണം ചോദിക്കാൻ ഗവർണർ. കാരണവർ വധക്കേസിലെ ഷെറിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ല, മണിപ്പൂരിൽ പ്രതിസന്ധി തുടരുന്നു. നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിനിടെ കാലാവധി തീർന്നോടെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണെന്നുള്ളതാണ് വാർത്ത. DYFI മേഖലാ പ്രസിഡന്റ് ശരത് ചന്ദ്രനെ കാപ്പ കേസിൽ നാട് കടത്തിയ ഒരു ന്യൂസാണ് ഏറ്റവും താഴെയായിട്ട് വന്നിരിക്കുന്നത്. DYFI മേഖലാ പ്രസിഡന്റ് ശരത് ചന്ദ്രനെ കാപ്പ കേസിൽ. അപ്പോൾ ഗുണ്ടകളാണ് DYFI എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂസിൻ്റെ പശ്ചാത്തലം. പിന്നെ നമ്മുടെ നടുക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാർത്ത ഞാൻ കണ്ടു. ഞാൻ നല്ല വിൽപ്പവർ ഉള്ളയാളാണ്, PT-യുടെ ഭാര്യയല്ലേ ഉമാ തോമസ്. അപ്പോൾ നമ്മുടെ ഉമാ തോമസ് MLA പാലാരിവട്ടം റെനെ മെഡിസിറ്റിയിൽ 1.5 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ന് വീട്ടിലേക്ക് മടങ്ങും. ഒരു നല്ല വാർത്തയാണ്. കാരണം ഇത്രയും ഗുരുതരമായ അപകടം തരണം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയും അവരുടെ വിൽപ്പവറിനെയൊക്കെ നമ്മൾ വളരെ അഭിനന്ദിച്ചേ മതിയാകൂ. പിന്നെ എഡ്യൂക്കേഷൻ പേജാണ്. എഡ്യൂക്കേഷണൽ ബയോടെക്നോളജി. അത് നിങ്ങൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടവർ അത് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. വരുന്നു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. ഭൂമി ഉൾപ്പെടെ എല്ലാ ആസ്തി വിവരങ്ങൾക്കും വരുന്നു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. 2 കോടി രൂപ വകവരുത്തിയെന്ന് ധനമന്ത്രി. ഒരു വ്യക്തിയുടെ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് തയ്യാറാക്കുമെന്നും ഇതിനായി 2 കോടി രൂപ വകയിരുത്തിയെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു.
ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കുറേ ക്യാഷ് അടിച്ചു മാറ്റാനാണോ, അതൊക്കെ നന്നായിട്ട് നടന്നാൽ ഓക്കെ. സ്പാം കോൾ SMS നടപടിക്ക് 5 ദിനം. വസ്തു നികുതി കുടിശ്ശിക പിഴപ്പലിശ മാർച്ച് 31 വരെ ഒഴിവാക്കി. കെട്ടിട നികുതി കുടിശ്ശികയൊപ്പം പിഴപ്പലിശ ഈടാക്കുന്നത് മാർച്ച് 31 വരെ ഈടാക്കി എന്നാണ് പറഞ്ഞത്. തുടരൻ മോഹങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ന്യൂസുകളുണ്ട്. ഈ ഉച്ചകോടിയിൽ മലയാളി ആക്ഷൻ വാർത്തകൾ. പത്മശ്രീ ആള് മാറി വാങ്ങിയെന്ന് വിവാദം. നമ്മൾ ഒരുപാട് സമയം നമുക്ക് പത്രം വായിച്ചു കൊണ്ട് നിൽക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കണ്ണോടിക്കുകയാണ് ഹെഡ്ലൈനിൽ കൂടെ. സംഘടനകളെ കെണിയിലാക്കി പാതിവില പാതകം. അപ്പോൾ അതിനെക്കുറിച്ച് NGOകളെ ബലിയാടാക്കിക്കൊണ്ടാണ് പാതിവില തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ ഒരു കാഴ്ചപ്പാട് പേജിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത പേജിൽ വന്നിരിക്കുന്നത് ട്രെയിനിൽ സുരക്ഷയ്ക്ക് കൂടുതൽ വനിതാ പോലീസ്. വന്യജീവി ആക്രമണം നേരിടാൻ വനം വകുപ്പ് പദ്ധതികൾ 10. നല്ല കാര്യമാണ്. എന്താണെന്ന് നോക്കാം. മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ പുതുരൂപമെന്ന ആരോപണം. കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകൾ, നമ്മൾ ഇന്നലെ വായിച്ചത് തന്നെയാണ്. കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾ അടിയന്തരമായി കാട് നീക്കം ചെയ്യണം. വനത്തിലൂടെ കടന്നു പോകുന്ന റോഡുകളുടെ സമീപത്തെ അട്ടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വിസ്ത ക്ലിയറൻസ് നടത്തും. ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകൾ നിരീക്ഷണം ആരംഭിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പോലീസ്, റവന്യൂ വകുപ്പ്, തദ്ദേശ വകുപ്പ് ഇതൊക്കെ അവിടെ പട്രോളിംഗ് നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. ആനക്കലയിൽ തകർന്നത് വൈഷ്ണവിൻ്റെ ജീവിതം. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് തളർന്ന് കിടപ്പിലായിട്ട് 10 മാസം എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് താഴെ കാണാൻ കഴിയുന്നത്. തമിഴ്നാടിനാണ് AI മുന്നറിയിപ്പുണ്ട്. അലാം, ഇരുമ്പുവേലി ഇവയെല്ലാം പല സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കിലോമീറ്ററിന് 45 ലക്ഷം രൂപ ചിലവ് വരുന്ന ഇരുമ്പ് കയർവേലി, കിടങ്ങ് എന്നിവയാണ് മറ്റു പ്രതിരോധ മാർഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സർക്കാരുകൾ അതൊന്ന് കണ്ണു തുറന്ന് നോക്കിയെങ്കിൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ സ്വകാര്യ സർവകലാശാലയിൽ നമുക്കറിയാം. സ്വകാര്യ സർവകലാശാല 2016 നടന്ന സമരത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. DP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയ നേതാവിന് പദവിയും ജോലിയും. കണ്ടില്ലേ, നല്ലത്. അങ്ങനെ വേണം. സർക്കാർ പ്രാതിനിധ്യം ഉദ്യോഗസ്ഥ അക്കാദമിക് തലങ്ങളിൽ മാത്രം സ്വകാര്യ സർവകലാശാല. സിൽവർ ലൈൻ ഉപേക്ഷിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കില്ല. നടക്കില്ലെന്നറിയാം, പക്ഷേ മിണ്ടില്ല. ബദൽ പദ്ധതിക്ക് കേന്ദ്രാനുമതി നൽകുന്നതുവരെ കാത്തിരിക്കും. സിൽവർ ലൈൻ പദ്ധതി നടക്കില്ലെന്ന തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയെങ്കിലും പദ്ധതി ഉപേക്ഷിച്ചതായി തൽക്കാലം പ്രഖ്യാപിക്കില്ല. ആ വാർത്തകളാണ് എടുത്തു വന്നിരിക്കുന്നത്. പുതിയ ആദായ നികുതി നിയമം ഇനി ടാക്സ് ഇയർ ആണ്. ഇനി ടാക്സ് ഇയർ, അസസ്മെൻറ്റ് വർഷം, പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ ഒഴിവാക്കി ഇനി ടാക്സ് ഇയർ എന്നുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. ഇന്നത് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുകയാണ്. 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ടാക്സ് ഇയർ മാത്രം, രാഷ്ട്രീയക്കുഴപ്പം വേണ്ട, ടാക്സ് ഇയർ മാത്രം. അതുപോലെ പുതിയ ബിൽ വേഴ്സസ് നിലവിലെ നിയമം, നികുതി മാറില്ല. ഒറ്റ നോട്ടത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഇന്ധന വിതരണ കമ്പനികൾ ലയിച്ചു. തിങ്ക് ഗ്യാസ് ബ്രാൻഡ്. 100 വയസ്സിൻ്റെ കരുത്തിൽ ഊരാളുങ്കലിൻ്റെ 100 വയസ്സ്. കേരളത്തിലെ നവോത്ഥാന നായകർക്കണ്ണ ഗുരു വാഗ്ദഘടന ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തകരെ 14 യുവാക്കൾ. അവർ നേരിട്ട് അടിച്ചമർത്തലും സാമൂഹ്യ പരിഷ്കരണം നേരിടാൻ രൂപം നൽകിയ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘത്തിന് ഇന്ന് 100 വർഷം പൂർത്തിയാകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. UDF വന്നാൽ ലോട്ടറി സമ്മാനം പരിഷ്കരിക്കുമെന്നുള്ള സതീഷിൻ്റെ കുറച്ച് പ്രഖ്യാപനങ്ങൾ. ജോലിഭാരം. ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കുന്നതിനിടെ പിടിയിൽ. അന്തിയൂർ അനീഷ് വധക്കേസ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കോടതി കണ്ടെത്തി. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസ് വിധി ഇന്നാണ്. ഓട്ടോയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. വ്യാജ പരാതി. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർക്ക് സസ്പെൻഷൻ. കാറിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവം സ്വയം തീയിട്ടതാണെന്ന് പോലീസ്. ട്രാൻസ്ജെൻഡർമാർക്ക് തുല്യ അവകാശം DYFI. പേ വിഷബാധ പ്രതിരോധം. കുത്തിവയ്പ് ലഭിച്ച തെരുവുനായ്ക്കൾ 10% മാത്രം എന്നുള്ളതാണ്
പറയുന്നത്. കുത്തിവയ്പ് കിട്ടാതെ 3 ലക്ഷം വളർത്തു നായ്ക്കളുമുണ്ട്. ചീപ്പ് ഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ഫലപ്രാപ്തിയിലെത്തിയില്ല. പേവിഷബാധ 40% കുട്ടികളിൽ. ഇപ്പോൾ ഇഞ്ചക്ഷൻ വയ്ക്കാത്ത പട്ടിക്കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. നമ്മൾ റിസ്ക് എടുക്കുന്നതിലും ഭേദം നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ പട്ടിക്കുട്ടീനെയും കൊണ്ടുപോയില്ല, കൊണ്ടുപോകണം നാളെ. സ്പോർട്സ് പേജാണ് ഒറ്റക്കുതിപ്പ് ഇന്ത്യ റെഡി. അപ്പം അതിനകത്ത് കുറച്ച് വാർത്തകൾ കാര്യങ്ങളുണ്ട്. സ്പോർട്സ് താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഒരു മനസ്സോട് കേരളം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിൽപ്പത്രം കണ്ടു കിട്ടിയാൽ ഭാഗ ഉടമ്പടി റദ്ദാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ലോ പോയിൻറ്റ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ലോ പോയിൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ്സ് ഇടാവുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടുക. ഞാനിപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, ലോ പോയിൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓടിയെത്തിയ ഇഷ്ടം, നല്ല പ്രായം, എൻ്റെ കൊച്ചു ഇത് കൊള്ളാം. മാരത്താണും ചാരിറ്റിയും പ്രായത്തെ തോൽപ്പിച്ച ഷെറിൻ ബെറിയുടെ ഓട്ടം. നല്ല ഒരു ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി നന്നായിട്ട് ഓടുന്നുണ്ട്. ഒരു 60 വയസ്സ് കാണും, ഒരു 76 വയസ്സ്. ഓ മൈ ഗോഡ്. ഷെറിൽ ബെറിക്ക് പ്രായം 76. പക്ഷേ മാരത്തണിൽ പങ്കെടുക്കുന്ന ഷെറിൽ ബെറിയെ കണ്ടാൽ ഒരു കൊച്ചു പൂമ്പാറ്റ പാറി നടക്കണമെന്നത് കൊള്ളാം. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. കാർഷിക രംഗമാണ് അടുത്തത് വന്നിരിക്കുന്നത്. പാലക്കാട് നെല്ലിയാമ്പതിലെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലി കാഴ്ചകളാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന വാർത്തകളാണ് കേട്ടോ. ഈ മാസവും ചീര നടാൻ ഞാൻ നട്ടിട്ടുണ്ട്, ചീര. അങ്ങനെയുള്ള കുറച്ച് കാർഷിക വാർത്തകൾ. റോഡിൽ സ്റ്റേജ് കെട്ടി എംഎൽഎ MP ഗോവിന്ദൻ ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായത് താഴെ കൊടുത്തിട്ടുണ്ട്. KS ചിത്രയ്ക്ക് പുരസ്കാരം. സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ മാർച്ച് 15-ന്. അങ്ങനെയുള്ള കുറച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പത്രം നമുക്ക് തീരാറായി. അപ്രതീക്ഷിത രാജ്യവിശ്വാസം കനത്തപ്പോൾ ഡോക്ടർ വന്ദനയെ ആക്രമിക്കുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികൾ. ഡോക്ടർ വന്ദന കൊലക്കേസിനെ കുറിച്ചാണ് അവസാന പേജിൽ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മരിച്ച ഡോക്ടർ വന്ദന ദാസിനെ കൊല്ലുന്നത് ദൃക്സാക്ഷി കണ്ടു എന്നുള്ള മൊഴിയാണ് വന്നേക്കുന്നത്. കാരണം കൂടെയുള്ള ഡോക്ടർ തന്നെയായിരിക്കും കണ്ടത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമര പ്രഖ്യാപന സമ്മേളനം 15-ന്. മലബാർ ക്യാൻസർ സെൻ്ററിൽ 36 തസ്തികകൾ. അമ്മ മരിച്ചത് അച്ഛൻ്റെ ആക്രമണത്തിലെന്ന് മകൾ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്തു. വന്യജീവി ആക്രമണം സർക്കാർ രാജിവെക്കണമെന്ന് ബിഷപ്പ് മാർ. മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു. സ്പീക്കർക്കെതിരെ സതീശൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നീതിക്കായി കാത്തു നിൽക്കാതെ ജോളി മടങ്ങി എന്നുള്ളൊരു ചെറിയ ന്യൂസായിട്ടാണ് കൊടുത്തത്. ഇന്നലെ ജോളി എന്ന് പറയുന്ന കയർ ബോർഡ് ഉദ്യോഗസ്ഥയുടെ സംസ്കാരം, മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളായിരുന്നു ഇന്നലെ നടന്നത്. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഓക്കെ ഗൈസ്, താങ്ക് യു. ഇനി അടുത്ത നാളത്തെ പത്രത്തിലൂടെ കാണാം. അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ന്യൂസോ വാർത്തകളോ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും.